നമസ്കാരം പ്രിയപ്പെട്ടവരെ, വീണ്ടും വോട്ട് വർത്തമാനത്തിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സ്നേഹസ്വാഗതം. നമ്മളിങ്ങനെ പല പല ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ വിശകലനം ചെയ്ത് വരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാലക്കാട് ലോക്സഭയ്ക്ക് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചാണ്. ജോൽ, ഇന്ന് നമ്മൾ പാലക്കാടിലേക്കാണ് എത്തുന്നത്. പാലക്കാട് നല്ല നിരവധി മത്സരങ്ങളുണ്ട്, ആൾക്കാർ വളരെ കാത്തിരിക്കുന്ന മത്സരങ്ങളുണ്ട്. നമുക്ക് ആദ്യം പട്ടാമ്പിയിലേക്ക് പോകാം. പട്ടാമ്പിയിൽ ഇത്തവണ CPIയുടെ മുഹമ്മദ് മോഹസിൻ തന്നെ മത്സരിക്കുന്നു. 3ാം തവണയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഹാട്രിക്ക് കിട്ടുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. UDFലും പുതിയൊരാളാണെന്ന് തോന്നുന്നു അല്ലേ? TP ഷാജി. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? കാൻഡിഡേറ്റ് മോശം. ഇപ്പോൾ UDFിൻ്റെ കുറച്ചുകൂടെ നല്ലൊരു കാൻഡിഡേറ്റിനെ ഇറക്കിയിരുന്നെങ്കിൽ പട്ടാമ്പിയിൽ ഇത്തവണ വിജയസാധ്യത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് റിയാസ് മുക്കോളിയെ പോലൊരു കാൻഡിഡേറ്റ്. ആ മണ്ഡലത്തിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു വള്ളിക്കുന്നിൽ നിന്നെന്തോ വന്ന് മത്സരിക്കുന്നതാണ്. പട്ടാമ്പിയിലാണ് കോൺഗ്രസിന് മലപ്പുറത്ത് ആകെ 3-4 സീറ്റിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ തവണ പട്ടാമ്പി കൊടുത്തപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് വരികയും 5 വർഷം പട്ടാമ്പിയിൽ തന്നെ നിന്ന് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലും പിന്നെ V4 പട്ടാമ്പി എന്നുള്ള സംഘടന UDFിൻ്റെ ഭാഗമായി വന്നതിൻ്റെ എല്ലാം സാഹചര്യത്തിലാണ് പട്ടാമ്പിയിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വലിയ മൃഗീയമായ ഒരു ലീഡ് ഉണ്ടാക്കാൻ UDFിന് സാധിച്ചു. പക്ഷേ മുഹസിൻ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് വളരെ പോപ്പുലറായിട്ടൊരു കാൻഡിഡേറ്റ് ആണ്. പിന്നെ ലീഗിൻ്റെ ഒരു പിന്തുണ, ലീഗ് UDFിൻ്റെ കൂടെ നിൽക്കുന്ന സംഘടനയാണ്. ടീം UDF ഒറ്റക്കെട്ടാണെന്ന് പറയുമ്പോഴും ലീഗിൻ്റെ ഒരു പിന്തുണ ചെറിയ രീതിയിൽ മുഹസിൻ എന്ന കാൻഡിഡേറ്റിനുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം മുഹസിൻ എന്ന കാൻഡിഡേറ്റ് വളരെ പോപ്പുലർ. അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, അദ്ദേഹം ഒരു വലിയ JNU പ്രൊഡക്റ്റ് ആയിട്ടൊക്കെ വന്നതാണ്. ഇന്ന് കനകകുമാറൊക്കെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇലക്ഷൻ്റെ സമയത്ത് വന്ന് പ്രചാരണമൊക്കെ നടത്തുകയാണ്. ഇന്ന് കനകകുമാർ തിരിച്ച് അദ്ദേഹത്തിനെതിരെ പ്രചാരണം നടത്തുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇന്ന് കോൺഗ്രസിൻ്റെ ഭാഗമാണല്ലോ. അപ്പം മുഹസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുഹസിൻ അത്യാവശ്യം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. 10 വർഷത്തെ MLAക്ക് ഇവിടെ ഉണ്ടാവേണ്ട സാധാരണ കേസിൽ ഫേസ് ചെയ്യേണ്ട ചെറിയ ചെറിയ പ്രോബ്ലംസ് മാത്രമേ അദ്ദേഹം അവിടെ ഫേസ് ചെയ്യുന്നുള്ളൂ. പോപ്പുലറാണ്. പിന്നെ TP ഷാജി എന്ന് പറഞ്ഞ കാൻഡിഡേറ്റിനെ റിയാസ് മുക്കോളിയെ പോലൊരു കാൻഡിഡേറ്റിനെ പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് TP ഷാജി എന്നൊരു കാൻഡിഡേറ്റ് വന്നത്. അത് മണ്ഡലത്തിൽ എന്തുമാത്രം എഫക്റ്റ് ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതൊരു ടൈറ്റ് മത്സരം തന്നെ നടക്കുന്നതായിരിക്കും. പട്ടാമ്പിയിലും അത്യാവശ്യം, പാലക്കാട് ജില്ലയിൽ പൊതുവെ BJPക്ക് നല്ല വോട്ടുണ്ടെന്ന് നമ്മൾ പറയാമല്ലോ. പട്ടാമ്പിയിലും ഒരുപക്ഷെ ഇത് റിഫ്ലക്റ്റ് ചെയ്തേക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ LDF വിജയിക്കാനാണ്. മുഹസിൻ തന്നെ വിജയിച്ച് കയറാനാണ്. ഹാട്രിക് അടിക്കാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. ഹാട്രിക് അടിക്കാൻ സാധ്യത കൂടുതലാണ്. പാലക്കാട് ജില്ലയിലെ ഒരു മണ്ഡലം പട്ടാമ്പിയിൽ ഇത്തവണയും LDF തന്നെ വരാനാണ് സാധ്യത എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. രണ്ടാമത്തെ അവിടെയുള്ള മണ്ഡലം എന്ന് പറയുന്നത് ഷൊർണൂർ ആയിക്കോട്ടെ. ഷൊർണൂർ മണ്ഡലം, അവിടുത്തെ സാധ്യതകൾ എന്തൊക്കെയാണ്? മമ്മിക്കുട്ടി LDF സ്ഥാനാർത്ഥി മമ്മിക്കുട്ടി. ഹരിഗോവിന്ദൻ മാഷാണ് കോൺഗ്രസിൻ്റെ UDF സ്ഥാനാർത്ഥിയായി വരുന്നത്. ഹരിഗോവിന്ദൻ മാഷ് വളരെ എന്താ പറയുക, സ്വാത്വികനായിട്ടൊരു മനുഷ്യൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കാൻഡിഡേറ്റാണ്. അദ്ദേഹം കോൺഗ്രസ് എന്ന് വെച്ച ജീവിതം തന്നെ. കാരണം 2 പ്രാവശ്യം ഒറ്റപ്പാലത്ത് അദ്ദേഹത്തെ പ്രതീക്ഷിച്ചു. ഇത്തവണ ഒറ്റപ്പാലത്ത് അദ്ദേഹമായിരുന്നു മത്സരിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യമാണ്. പക്ഷെ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കേഡറാണ് എന്നാണ് പൊതുവെ അവിടെ പറയപ്പെടുന്നത്. ഈ ഡീലിമിറ്റേഷന് ശേഷമുള്ള ഇന്നത്തെ ഷൊർണൂർ എന്ന് പറയുന്നത് LDFിൻ്റെ ഒരു കോട്ടയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ LDF എന്നതിന് അനുകൂലമായിട്ടുള്ള നിയോജകമണ്ഡലമാണ് ഷൊർണൂർ എന്ന് പറയുന്നത്. മമ്മിക്കുട്ടി തന്നെ ചെയ്യും. കാരണം പാർട്ടി കേഡർ വോട്ടുകൾ ഒരു UDF തരംഗത്തിൽ പോലും ഇങ്ങനത്തെ വോട്ടുകൾ മാറാൻ സാധ്യത കുറവാണ്. കാരണം പ്രത്യേകിച്ച് ഈഴവ ബെൽറ്റൊക്കെ ഉള്ള നല്ല പോക്കറ്റുകൾ LDF ശംഖുദാസ് പിടിക്കുന്ന വോട്ടുകളും ഇവിടെ വളരെയധികം സ്വാധീനമുള്ളതാണ്. ഹരിഗോവിന്ദൻ മാഷിന്റെ നിർഭാഗ്യം തന്നെയാണ്. ഈ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലൊക്കെ BJPയുടെ സ്വാധീനം എന്ന് പറയാൻ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കത്തില്ല. ഇത്തവണ അധികാരം പിടിക്കും തന്നെയായിരുന്നു നമ്മൾ ഒരു പരിധി വരെ വിശ്വസിച്ചത്. പക്ഷെ കിട്ടിയില്ല. LDF അതിനെ നിലനിർത്തി. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഹരിഗോവിന്ദൻ മാഷ് ഒരു പക്ഷേ 3ാം സ്ഥാനത്ത് പോയാലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മമ്മിക്കുട്ടി തന്നെയായിരിക്കും അവിടെ വിജയിക്കുന്നത്. നമ്മൾ പറഞ്ഞത് ഷൊർണൂറിനെ കുറിച്ചാണ്. ഷൊർണൂറും ഇത്തവണ LDF തന്നെ തുടരാനാണ് സാധ്യത എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. 3ാമത്തെ സ്ഥലം ഒറ്റപ്പാലം. LDF അഡ്വക്കേറ്റ് K പ്രേംകുമാർ അദ്ദേഹമാണ്. UDFിൽ നമുക്കറിയാം TK ശശി UDF സ്വതന്ത്രനായി CPIM നേതാവായിരുന്നു, MLA ആയിരുന്നു. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നു. അതെ. സാധാരണ ഒറ്റപ്പാലം എന്നൊക്കെ പറയുന്നത് LDFിന് ആദ്യം കിട്ടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത്തവണത്തെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ പ്രേംകുമാർ അത്യാവശ്യം ആദ്യമായിട്ട് MLA ആയതാണ്. 5 വർഷം നന്നായിട്ട് പോപ്പുലർ ആവാൻ സാധിച്ചു. PK ശശിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ PK ശശി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഒറ്റപ്പാലം, മണ്ണാർക്കാട് പോലുള്ള ഏരിയകളിലാണ്. ഒരു പരിധി വരെ ഷൊർണൂരിൽ BJPയുടെ സ്വാധീനം ഇപ്പം കയറിയതുകൊണ്ടാണ് നമുക്ക് മമ്മിക്കുട്ടി തന്നെ വിജയിക്കും നമ്മൾ പറയുന്നത്. ഒറ്റപ്പാലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ PK ശശിക്ക് ഇവിടെ ഒരുപാട് പേഴ്സണൽ വോട്ടുകളുണ്ട്.
പക്ഷേ പേഴ്സണൽ വോട്ടുകൾ ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ പോലും ഒരു വർഗപഞ്ചകൻ്റെ കാറ്റഗറിയിലാണ് CPIM PK ശശിയെ കരുതിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള തീവ്രത ആരോപണങ്ങളൊക്കെ നമുക്കറിയാം. ആ സമയത്ത് പോലും പാർട്ടി കൂടെ നിന്നിട്ട് പോലും അദ്ദേഹം പാർട്ടിക്കെതിരെ നിന്നു എന്നൊരു വികാരമുണ്ട്. അദ്ദേഹം പറയുന്ന പല പോയിന്റുകളും പാർട്ടി ഇന്ന് ജനങ്ങൾക്കെതിരെ നിൽക്കുന്നു, ജനങ്ങളുടെ സപ്പോർട്ടാണ് തൻ്റെ കൂടെ ഉള്ളത് എന്നൊക്കെ പറയുമെങ്കിലും അദ്ദേഹം തന്നെ അവിടെ ഒരുപാട് സ്വതന്ത്ര മുന്നണി സ്വതന്ത്ര ഒരു കൂട്ടായ്മയൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. PK ശശിക്ക് അവിടെയുള്ള ഒരു ഫാക്ടർ, PK ശശിക്ക് അവിടെ കിട്ടുന്ന പേഴ്സണൽ വോട്ടുകൾ, PK ശശിക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇമ്പാക്റ്റ്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ പൂർണ്ണമായിട്ട് കോൺഗ്രസ് തന്നെ കിട്ടുമോ എന്നൊരു ചോദ്യം, അതുപോലെ തന്നെ LDFന് നല്ല പ്രാമുഖ്യമുള്ള ഒരു സ്ഥലമാണ് ഒറ്റപ്പാലം എന്ന് പറയുന്നതും. കാരണം കഴിഞ്ഞ തവണ സരിൻ മത്സരിച്ച സ്ഥലമാണ് ഒറ്റപ്പാലം. അപ്പം ആ ഒരു വേവിലൊന്നും സരിനൊന്നും പിടിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ കാൻഡിഡേറ്റ്സിനെ പറ്റിയൊന്നും നമുക്ക് പറയണത്. സരിൻ ഒരു പ്രാവശ്യം കൂടെ സത്യം പറഞ്ഞാൽ ഒറ്റപ്പാലത്ത് തന്നെ നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റപ്പാലം ഫോക്കസ് ചെയ്ത് ഒന്ന് ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ, ഒറ്റപ്പാലം ഈ PK ശശിയൊക്കെ വന്ന സാഹചര്യത്തിൽ സരിന് ഒരു പക്ഷേ പാലക്കാട് ഒരു ക്ലെയിം പോലും ഉന്നയിക്കാൻ സാധിക്കുമായിരുന്നു. ഈ ചിലരൊക്കെ വിധി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ മീൻസ് എന്തൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒറ്റപ്പാലം LDFൻ്റെ ഒരു ഷുവർ സീറ്റാണ്. ഇത്തവണ ടൈറ്റ് ആയിരിക്കും, എന്നാലും മറിയാൻ സാധ്യത ഞാൻ കാണുന്നില്ല. ഭൂരിപക്ഷം നന്നായിട്ട് കുറയും. LDF തന്നെ വിജയിക്കാനാണ് സാധ്യത കൂടുതൽ. ഭൂരിപക്ഷം ഗണ്യമായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. LDF UDF നല്ലൊരു മത്സരം നടക്കുന്ന സ്ഥലമാണ് ഒറ്റപ്പാലം. എങ്കിലും LDF തന്നെ നിലനിർത്താനാണ് സാധ്യത എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. മറ്റൊന്ന് CPMൻ്റെ ഉരുക്കുകോട്ട, അത് മലമ്പുഴയെ പറ്റി എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇത്തവണ? മലമ്പുഴ ടൈറ്റ് ആവും ഇത്തവണ. അതായത് BJP CPM ഒരു ഫൈറ്റ് കാണും. സുരേഷ് കാൻഡിഡേറ്റ് ആണ്, സുരേഷിന് കൈപ്പത്തി ചിഹ്നം കൊടുത്തെങ്കിൽ പോലും ഒരു പക്ഷേ കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് പോകുമോ എന്നൊരു പേടിയുണ്ട്. കാരണം ഒരു AK ബാലൻ വെച്ച ഡീൽ വിഭാഗത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ മലമ്പുഴയും കോങ്ങാടും തമ്മിൽ ഒരു എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം മലമ്പുഴ അത്രത്തോളം LDFൻ്റെ സ്ട്രോങ് ഹോൾഡാന്ന് പറയുമ്പം പോലും ഈ കൃഷ്ണകുമാർ എന്ന കാൻഡിഡേറ്റ് മലമ്പുഴയിൽ നല്ല പോപ്പുലറാണ്. BJPക്ക് അടിസ്ഥാനപരമായി നല്ല വോട്ടുകളുള്ള സ്ഥലം കൂടെയാണ് ഈ മലമ്പുഴ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. ഈ കൃഷ്ണകുമാറിനെതിരെ അവിടെ ഒരു ഗ്രൂപ്പില്ല. പാലക്കാട് അദ്ദേഹം മത്സരിച്ച സമയത്ത് കൃഷ്ണകുമാറിനെതിരെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. പക്ഷെ പാലക്കാട് മലമ്പുഴയെ സംബന്ധിച്ച് കൃഷ്ണകുമാറിനെതിരെ ഒരു ഗ്രൂപ്പിൽ. പിന്നെ TS സുരേഷിന് കിട്ടുന്ന വൈകാരികമായിട്ടുള്ള ഈ കുറച്ച് LDFൻ്റെ വോട്ടുകളുണ്ട് VS അച്യുതാനന്ദൻ്റെ പേരിൽ. അതും അദ്ദേഹത്തിനെ അവിടെ പ്രഭാകരനെ അവിടെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ മണ്ഡലം ടൈറ്റാണ്. സുരേഷ് അവിടെ പോപ്പുലറായിട്ട് കാൻഡിഡേറ്റ് ആണെന്ന് പറയുമ്പോൾ പോലും UDFൻ്റെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ പൂർണ്ണമായിട്ടും സുരേഷിന് കിട്ടുമോ എന്നൊരു ചോദ്യമുണ്ട്. എങ്കിൽ പോലും LDFൻ്റെ വോട്ടുകൾ വൈകാരികമായി സുരേഷിന് കുറച്ചൊക്കെ പിടിക്കാൻ സാധിക്കും. അതും ഹെൽപ്പ് ചെയ്യുന്നത് BJP കാൻഡിഡേറ്റ് കൃഷ്ണകുമാറിനെ ആയിരിക്കും എന്നൊരു സാഹചര്യം കൂടെ ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ വളരെ ടൈറ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു സ്വഭാവം പല മുഖ്യമന്ത്രിമാരെയും സൃഷ്ടിച്ചത് ലാസ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ LDFന് വോട്ടുകൾ സ്വാഭാവികപരമായും ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം കാണുമ്പോൾ വോട്ട് ചെയ്യാൻ ടെൻഡൻസി ഉള്ളവരായതുകൊണ്ട് തന്നെ LDFന് തന്നെ ഒരു എഡ്ജ് കൊടുക്കാം. പക്ഷേ BJPയുമായിട്ട് അവിടെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും എന്ന് പറയാൻ സാധിക്കും. രണ്ടാം സ്ഥാനത്ത് BJP ആയിരിക്കും ഉറപ്പായിട്ടും. കുറച്ച് കാലാകാലങ്ങളായിട്ട് രണ്ടാം സ്ഥാനത്ത് BJP ആണ് ആ മണ്ഡലത്തിൽ. BJP തന്നെ ആയിരിക്കും. ഈ ഡീലോ അട്ടിമറികളോ ഒന്നും ഇല്ലെങ്കിൽ ഒരു പക്ഷേ BJPക്കും വിജയിച്ച് കയറാൻ സാധ്യതയുണ്ട്. കാരണം ചേട്ടാ ഇത് പറയുകയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഈ മലമ്പുഴ മണ്ഡലം അദ്ദേഹത്തിനെതിരെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പാലക്കാട്ടേക്ക് വരുമ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ ഈ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ ഒരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണകുമാറിന്റെ അവരുടെ വോട്ട് പൂർണ്ണമായിട്ട് നമുക്ക് ആ മണ്ഡലത്തിനെ പറ്റി പറയുമ്പം പറയാം. അപ്പം മലമ്പുരയിലേക്ക് UDFൻ്റെ വോട്ടുകൾ കുറച്ച് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ LDFൻ്റെ വോട്ടുകൾ സുരേഷിന് പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ, അത് മാത്രമല്ല DCC പ്രസിഡന്റിന്റെ ഭാര്യ മത്സരിക്കുന്ന നമ്മൾ തൊട്ടടുത്ത് പറയാൻ പോകുന്ന കോങ്ങാട് തുളസി ടീച്ചറിന്റെ പോപ്പുലാരിറ്റിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും കുറച്ച് വോട്ടുകൾ BJPയിൽ നിന്ന് കോൺഗ്രസിന് ഈ മണ്ഡലത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ കോങ്ങാട് വിജയിക്കാൻ ഒരുപക്ഷെ UDFന് സാധിക്കും. അങ്ങനൊരു നമുക്ക് പറയാൻ പറ്റില്ല. മലമ്പുഴ സ്വാഭാവിക കേസിൽ നമ്മൾ പറയും LDF തന്നെയാണെന്ന് നമ്മൾ പറയും. അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക. നമ്മൾ പറഞ്ഞത് മലമ്പുഴയെ കുറിച്ചാണ്. വളരെ ടൈറ്റായിട്ടുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്. എങ്കിലും LDFൻ്റെ തന്നെയായിരിക്കും ഒരു എഡ്ജ് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അടുത്ത മണ്ഡലം കോങ്ങാട് അല്ലേ? കോങ്ങാടിൽ എന്താണ് സാഹചര്യം? കോങ്ങാടും ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു സ്ഥലമായിരിക്കും. കാരണം
ശാന്തകുമാരി പോപ്പുലർ ആയിട്ടൊരു കാൻഡിഡേറ്റ് ആണെന്ന് പറയുമ്പോൾ പോലും, നിയമസഭയിലൊക്കെ പുലിയാണെന്ന് പറയുമ്പോൾ പോലും, നമ്മളവിടെ പ്രധാനമായിട്ടും കാണുന്നത് ശാന്തകുമാരിക്കെതിരെ അവിടെ പല ഫ്ലെക്സുകളും ബോർഡുകളും ഒക്കെ കണ്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുറച്ച് വോട്ടുകളെങ്കിലും ശാന്തകുമാരിക്ക് എതിരാകൂ എന്നൊരു സംശയമുണ്ട്. പിന്നെ കോങ്ങാടിനെ പറ്റി നമ്മൾ വിലയിരുത്തേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2009 ഡീലിമിറ്റേഷന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ 2000-3000 വോട്ടുകളുടെ ബേസിസിൽ മാത്രമാണ് കോങ്ങാടിലെ അന്നത്തെ LDF കാൻഡിഡേറ്റ് വിജയിച്ചത്. ഡിലിമിറ്റേഷൻ വന്നപ്പോൾ ഒരു മാറ്റമുണ്ട്. കോങ്ങാട് നമുക്ക് SC മണ്ഡലം ആയതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഈ SC മണ്ഡലങ്ങളിൽ പൊതുവെ UDF അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല. അതാണ് ബാലുശ്ശേരിയിലെല്ലാം സംഭവിച്ചത്. അത് തന്നെയാണ് കോങ്ങാട് സംഭവിച്ചിട്ടുള്ളത് നേരത്തെ സാഹചര്യത്തിൽ. അപ്പം ഡിലിമിറ്റേഷന് ശേഷം കുറച്ചധികം ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് കോങ്ങാടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ മണ്ഡലത്തിൽ തുളസി ടീച്ചറിനെ പോലെ ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. തുളസി ടീച്ചർ VK ശ്രീകണ്ഠൻ്റെ ഭാര്യയൊക്കെയാണെന്ന് പറയുമ്പോഴും മുമ്പ് ചേലക്കരയെ മത്സരിച്ച് തോറ്റിട്ടുണ്ട്, പിന്നെ ഒറ്റപ്പാലത്ത് മത്സരിച്ച് തോറ്റിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയ പാരമ്പര്യം നല്ലതായിട്ടുള്ള ഒരാളാണ് തുളസി ടീച്ചർ എന്ന് പറയുമ്പോൾ. ഭാര്യയായാലും ഭർത്താവായാലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അടിയുറച്ച് നിൽക്കുന്ന ആളുകളാണ്. തുളസി ടീച്ചറിന് അവിടെ വിജയിക്കാനുള്ള സാധ്യതകൾ വരുന്നത് ഈ BJPയുടെ വോട്ടുകൾ അത്യാവശ്യമുള്ള നിയോജക മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ BJP വോട്ടുകൾ കുറേയൊക്കെ കോൺഗ്രസിന് പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം ടൈറ്റാണ്. LDFന് തന്നെയാണ് മേൽക്കൈ എന്ന് പറയുമ്പോൾ പോലും കുറച്ചൊക്കെ ടൈറ്റാണ്. പിന്നെ ശാന്തകുമാരിക്ക് അവിടെ ജനങ്ങളുടെ ഉള്ളിൽ എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും കൂടെ ഒരു ചോദ്യമാണ്. അപ്പം ഒരുപക്ഷെ ടൈറ്റ് ഫൈറ്റാണ്. എന്നാലും ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം പരമ്പരാഗതമായി LDFന് അരിവാൾ ചുറ്റിക കണ്ടു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്ന വോട്ടുകൾ കീൻ ആയിട്ട് LDFന് അവിടെ ഉണ്ട്. അപ്പം ഒരു തരംഗത്തിൻ്റെയൊക്കെ ബേസിസിൽ വരും. UDFൻ്റെ തരംഗം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ബേസിസിലൊക്കെ വരുമ്പോൾ മാത്രം അട്ടിമറിക്കപ്പെടുന്നതാണ്. എന്നാലും ഇപ്പം ഞാനൊരു അട്ടിമറി സാധ്യത ടൈറ്റാണ്, വളരെ ടൈറ്റാണ്, പറയാനൊന്നും സാധിക്കത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പക്ഷേ LDF സ്വഭാവമുള്ള മണ്ഡലം ആയതുകൊണ്ട് LDFന് എന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കും. കോങ്ങാടും ഇതുപോലെ തന്നെ LDFൻ്റെ കൂടെ തന്നെ നിൽക്കാനാണ് നല്ല സാധ്യത. നല്ല ടൈറ്റായിട്ടുള്ളൊരു മണ്ഡലമാണ്. അടുത്ത മണ്ഡലം മണ്ണാർക്കാട്. മണ്ണാർക്കാടിനെ കുറിച്ചൊന്ന് പറയും. മണ്ണാർക്കാട് ഷംസുദ്ദീൻ, മൻസിൽ അബൂബക്കറാണ് എതിർ സ്ഥാനാർത്ഥി. പക്ഷെ ഷംസുദ്ദീൻ മലപ്പുറത്തു നിന്ന് വന്ന് സ്വന്തം കൈപ്പിടിയിലാക്കിയ നിയോജക മണ്ഡലമാണ് മണ്ണാർക്കാട് എന്ന് പറയുന്നത്. ഇപ്പം മണ്ണാർക്കാട് വേറൊരു കാൻഡിഡേറ്റ് ആയിരുന്നു IUMLൻ്റെതെങ്കിൽ ഒരു പക്ഷേ വിജയിക്കാൻ സാധ്യത കഴിഞ്ഞ തവണയൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഷംസുദ്ദീൻ ആയതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഒക്കെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ മണ്ഡലത്തിലുള്ള പെർഫോമൻസ് എന്ന് പറയുന്നതും വളരെ വലുതാണ്. അധികം കാര്യങ്ങളുടെ അവസ്ഥ എനിക്ക് തോന്നുന്നു അട്ടപ്പാടിയൊക്കെ അടക്കുന്നത് ഈ മണ്ണാർക്കാട് മണ്ഡലത്തിൻ്റെ ഷുവർട്ടി ഇല്ല. എനിക്ക് തോന്നുന്നു അതാണ് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് കോണിക്ക് കിട്ടുന്ന ഒരു നിയോജക മണ്ഡലമാണ് മണ്ണാർക്കാട് എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഷംസുദ്ദീൻ തന്നെയാണ് വിജയിക്കാൻ സാധ്യത. മൻസിൽ അബൂബക്കറിന് എന്തുമാത്രം വോട്ടുകൾ പിടിക്കാൻ സാധിക്കുമെന്നൊരു ചോദ്യമാണ്. ഒരു പക്ഷേ വൻ ഭൂരിപക്ഷത്തിൽ പാലക്കാട് ജില്ലയിൽ വിജയിക്കുന്ന കാൻഡിഡേറ്റ് ഷംസുദ്ദീൻ ആകാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അധികം ഒന്നും പറയാനില്ല, ഡെക്കറേഷൻസ് ഇല്ല. അവിടെ ഷംസുദ്ദീൻ തന്നെ വിജയിക്കാനാണ് സാധ്യത മണ്ണാർക്കാട്. അടുത്ത മണ്ഡലം എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ മണ്ഡലം, ഞാനിത് അവസാനം വെച്ചതാണ് കാരണം സംസ്ഥാനം ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലങ്ങളിലൊന്നാണിത്, പാലക്കാട് മണ്ഡലം. നമുക്കറിയാം പല വിവാദങ്ങളിലൂടെ കടന്നു പോയിരിക്കുക കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്. രാഹുൽ മാങ്കൂട്ടം വരികയും ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായി. രമേശ് പിഷാരടി ഇപ്പോൾ എത്തിയിരിക്കുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. മറുഭാഗത്ത് ശോഭാ സുരേന്ദ്രനുണ്ട്, NMA റസാഖുണ്ട്. ഇങ്ങനെ വളരെ ശക്തമായൊരു പോരാട്ടം നടക്കുന്ന മണ്ഡലം. എന്താണ് പാലക്കാടിനെ കുറിച്ച് പറയാൻ? പാലക്കാട് വളരെ ടൈറ്റായിട്ടൊരു ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ് പാലക്കാട് എന്ന് നമുക്ക് 100% പറയാൻ സാധിക്കും. ശോഭാ സുരേന്ദ്രൻ അവിടെ വോട്ട് നല്ല രീതിയിൽ ഗ്രാബ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. പക്ഷെ ശോഭാ സുരേന്ദ്രന് ഈ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള ഫാക്ടർ ആദ്യം തന്നെ പറയാം. പാലക്കാട് നഗരസഭയിൽ എന്തായാലും ശോഭാ സുരേന്ദ്രന് നല്ലൊരു ലീഡ് കിട്ടും. പിന്നെ ഈ അഗ്രഹാരം കേന്ദ്രീകരിച്ചൊക്കെയുള്ള കുറച്ച് വോട്ടുകൾ രമേശ് പിഷാരടിക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ പോലും ഒരു വ്യക്തമായ ഒരു 4000 മുതൽ 6000 വരെയുള്ള വോട്ടുകളുടെ ലീഡ് ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രന് നഗരസഭയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. നഗരസഭയിൽ എത്രയും വോട്ടുകളുടെ ഒരു ലീഡ് കിട്ടാൻ സാധ്യത ശോഭാ സുരേന്ദ്രന് കൂടുതലുണ്ട്. പക്ഷെ അവിടെ തൊട്ടടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തൂരാണ്. മാത്തൂർ LDFനും UDFനും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് മാത്തൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഈ മാത്തൂർ പഞ്ചായത്തിൽ BJPക്ക് അവിടെ വലിയ സ്കോപ്പില്ല. അപ്പം ഈ 4000 വോട്ടിന് കഴിഞ്ഞ കേസിലൊക്കെ സിനാരിയാണ് പറയുന്നത്. ഈ 6000 വോട്ടിന് ഈ മാത്തൂരിലേക്ക് എത്തുമ്പോൾ ഇത്തവണ NMA റസാഖ് എന്നൊരു കാൻഡിഡേറ്റാണ് LDFൻ്റെത്. ഈ റസാഖിനും അതേപോലെ തന്നെ UDFൻ്റെ രമേശ് പിഷാരടിക്കും
എന്തുമാത്രം വോട്ടുകൾ വരും എന്നതാണ്. കാരണം നഗരസഭയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ LDF ചിത്രത്തിലില്ല. ഇപ്പം LDF അവിടെ നല്ല ബാക്കിലേക്ക് പോകും. പക്ഷേ മാത്തൂരിലേക്ക് എത്തുമ്പോൾ LDFിൻ്റെ ഒരു അപ്പർ ഹാൻഡ് ചിലപ്പം കഴിഞ്ഞ തവണയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 50 വോട്ട് 100 വോട്ടിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മുസ്ലിം കൺസൾട്ടേഷൻ അവിടെ ഷാഫി പറമ്പലിന് അനുകൂലമായിട്ട് നടന്നതുകൊണ്ടാണ് ഈ മാത്തൂരിൽ ഒരു ടൈറ്റിൽ പിടിക്കാൻ സാധിച്ചത്. പിന്നീട് വരുന്നത് പിരാരിയിലേക്കാണ് വരുന്നത്. പിരാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFിൻ്റെ കോട്ടയാണ്. ഈ കോട്ടയിൽ നിന്നാണ് ഷാഫി പറമ്പിൽ ഓരോ തവണയും വൻ വിജയത്തിലേക്ക് എത്തുന്നത്. വളരെ വലിയ ന്യൂനപക്ഷ വോട്ടുകൾ അധികമുള്ള സ്ഥലമാണ് ഈ പിരാരി എന്ന് പറയുന്നത്. അതിൽ കുറച്ച് വോട്ടുകൾ ഇത്തവണ NMA റസാഖ് എന്ന കാൻഡിഡേറ്റിന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. കാരണം അവിടെ ഈ സാധാരണ കേസിൽ UDFിന് കിട്ടുന്ന ഒരു 6000-7000 വോട്ട് അതൊരു 5000 അല്ലെങ്കിൽ 3000 കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡേഞ്ചർ വരും. പിരായിൽ ഇപ്പം ഇത്തവണത്തെ ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്കറിയാം ഇത്തവണ പിരാരി കൂടെ നിന്നാൽ മാത്രം ഒരു പരിധി വരെയെങ്കിലും അവരുടെ കൂടെ നിന്നാൽ മാത്രമേ ശോഭാ സുരേന്ദ്രന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം വരുന്നത് കണ്ണാടിയാണ്. കണ്ണാടി നേരത്തെ ഒരു LDFിൻ്റെ കോട്ടയായിരുന്നു. കണ്ണാടിയിലെ വോട്ടിൻ്റെ ഒരു ബലത്തിലാണ് LDF എപ്പോഴും 3-ാം സ്ഥാനത്താണെങ്കിൽ പോലും പിടിച്ചു നിൽക്കുന്നത്. ഇത്തവണ കണ്ണാടിയിൽ LDFിൻ്റെ ഭൂരിപക്ഷം ഒരുപക്ഷെ കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഒരു കൺസൾട്ടേഷൻ വരുമ്പോഴും റസാഖ് എന്ന കാൻഡിഡേറ്റിന് കണ്ണാടിയിലൊക്കെയുള്ള ഒരു ബലം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പുറയിലാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പക്ഷേ LDFിൻ്റെ വോട്ടുകൾ LDFിനായിട്ട് നിൽക്കുമെങ്കിലും കണ്ണാടിയിലൊക്കെയുള്ള ആളുകൾ പ്രധാനമായിട്ടും ചിന്തിക്കും ആരായിരിക്കും വിജയിക്കാൻ സാധ്യത കൂടുതൽ. ഇപ്പം BJP UDF മത്സരം ഡയറക്റ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ വോട്ടുകൾ UDFിലേക്ക് പോകാൻ സാധ്യത കൂടുതലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ടൈറ്റായിട്ടൊരു മത്സരമായിരിക്കും. ഈ കണ്ണാടിയിൽ നിന്ന് UDFിന് കിട്ടുന്ന ഒരു വോട്ട് അവിടെ എന്തായാലും 1-ാം സ്ഥാനത്ത് LDFിന് തന്നെ വരാനാണ് സാധ്യത എങ്കിൽ ചെറിയ വ്യത്യാസമായിരിക്കും. 50-100 വോട്ടിൻ്റെ വ്യത്യാസമായിരിക്കും LDFും UDFും തമ്മിൽ. പക്ഷേ കണ്ണാടിയിൽ നിന്ന് UDF 2-ാം സ്ഥാനത്ത് ഒരു പക്ഷേ വരുന്ന UDFും 3-ാം സ്ഥാനത്ത് വരുന്ന BJPയും തമ്മിൽ ഒരു വൻ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു 1000 വോട്ടിൻ്റെയൊക്കെ ഇതിൽ രമേശ് പിഷാരടി വിജയിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ പഞ്ചായത്ത് വെച്ച് പറഞ്ഞ പോലും എല്ലാവരും നോക്കിക്കാണുന്ന ഒരു നിയോജക മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. BJP ജയിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യും? ഉറപ്പായിട്ടും പറയാം പാലക്കാട് നഗരസഭയിൽ ഒരു 6000 വോട്ടിൻ്റെ വേറെ ലീഡ് ശോഭാ സുരേന്ദ്രന് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത് മാത്തൂരിലേക്ക് വരുമ്പോൾ ലീഡ് കുറയുമെങ്കിൽ പോലും അവർ ആ റൗണ്ടിലും ലീഡ് തന്നെ നിർത്തും. പിരാരിയിലേക്ക് വരുമ്പോഴാണ് റസാഖിന് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയാൽ പിരാരിയിലും ശോഭാ സുരേന്ദ്രന് തന്നെയാണ് ലീഡ് വരുന്നതെങ്കിൽ കളി മാറും. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കണ്ണാടിയിലും അത്യാവശ്യം വോട്ട് അവർക്ക് കിട്ടും. മനസ്സിലായില്ല? പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പിരാരി UDFിന് തന്നെ നിൽക്കാനാണ്. പിരാരിയും കണ്ണാടിയും മാത്തൂരും UDFിൻ്റെ കൂടെ തന്നെ ഒരു നേരിയ അടിച്ച് ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു UDF വേവിൻ്റെയൊക്കെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ UDFിന് നിൽക്കും. പിന്നെ അവിടെയുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ അവിടെയുള്ള ഒരു അക്സെപ്റ്റൻസ് ഒക്കെ കാര്യങ്ങളും ഉണ്ടെങ്കിലും അവിടെ വലുതായിട്ട് ഗ്രൂപ്പും പ്രശ്നങ്ങളും എല്ലാം നടക്കുന്നതാണ്. പ്രശാന്ത് ശിവൻ മോഹിച്ച സീറ്റായിരുന്നു. ശിവൻ്റെ വിഭാഗമുണ്ട്, പിന്നെ കൃഷ്ണകുമാറിൻ്റെ വിഭാഗമുണ്ട്, പിന്നെ BJPക്കുള്ളിൽ തന്നെ ഒരു പാരവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സുരേന്ദ്രൻ വിഭാഗം, അതുപോലെ തന്നെ മുരളീധരൻ വിഭാഗം, മീൻസ് ഇവരെല്ലാം ശോഭാ സുരേന്ദ്രനെതിരാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ BJPയുടെ വോട്ടുകൾ പൂർണ്ണമായിട്ടും BJPക്ക് തന്നെ ആ ഒരു ഘട്ടത്തിൽ വരുമോ എന്നതും ചോദ്യമാണ്. രമേശ് പിഷാരടി പൊതുവെ ഒരു മോശം കാൻഡിഡേറ്റ് എന്നൊക്കെ പൊതുവെ പറയുമ്പോൾ പോലും എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രമേശ് പിഷാരടി ഈ മണ്ഡലത്തിന് ആപ്റ്റായിട്ടൊരു കാൻഡിഡേറ്റാണ്. കാരണം ഷാഫി പറമ്പലിൻ്റെ പിന്തുണയുണ്ട്, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരിത് നെഗറ്റീവ് ഇമ്പാക്റ്റ് അത് ഒരു പരിധി വരെയെങ്കിലും ഒക്കെ ഓവർകം ചെയ്യാൻ രമേശ് പിഷാരടിയുടെ ഇമേജ് കൊണ്ട് സാധിക്കും എന്ന് പറയാം. പിന്നെ അദ്ദേഹത്തിനെതിരെ വന്ന കോമാളി വിവാദം എല്ലാം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വളരെ ടൈറ്റാണ്. നമുക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ലാസ്റ്റ് കണ്ണാടി എണ്ണി തീരുന്നിടം വരെ നമ്മൾ നോക്കി നിൽക്കണം. പക്ഷെ പിരാരിയിൽ UDFിന് ലീഡ് വരികയാണെങ്കിൽ UDF തന്നെ വിജയിക്കും. എന്തായാലും 1000 വോട്ട് 2000 വോട്ടിൻ്റെ ഇടയിൽ നിൽക്കത്തുണ്ട്. നമുക്ക് തൽക്കാലം വേണമെങ്കിൽ UDF പറയാം. ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങളിലൊന്നായിരിക്കും പാലക്കാട് എന്നതിന് യാതൊരു സംശയവുമില്ല. അവിടെ എങ്കിലും UDFിനാണ് ഒരു ചെറിയ വോട്ടിനെങ്കിലും വിജയിക്കാൻ സാധിക്കുക എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അല്ലെങ്കിൽ NDAക്ക് ആദ്യത്തെ ഒരു MLA പാലക്കാട് നിന്ന് ലഭിച്ചേക്കാം. ഇതാണ് പാലക്കാട് നിന്നുള്ള അവസ്ഥ. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നോക്കുമ്പോൾ എത്രയായി നമ്മുടെ കണക്ക് പ്രകാരം? 7 ആണല്ലേ? 2 UDFും 5 LDFും 5 LDF. ഇപ്പോൾ വീണ്ടും LDF തിരിച്ച് വന്നു തുടങ്ങി. പക്ഷേ ടൈറ്റായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന സ്ഥലമുണ്ട്. പക്ഷേ നമുക്ക് BJP ജയിക്കാവുന്ന പാലക്കാട് മലമ്പുഴയുണ്ട് ഇതിൽ.
എന്നാലും നമുക്ക് ഈ രീതിയിൽ തന്നെ കണക്ക് കൂട്ടി പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. 18-5 അല്ലേ? 18-5 എന്ന് പറയുമ്പോൾ 23 LDF എത്തിയിരിക്കുന്നത്, 31-2 33 UDF അല്ലേ? ഇപ്പോൾ വളരെ ടൈറ്റായ ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയും വരുന്ന ദിവസങ്ങളിൽ കുറേ മണ്ഡലങ്ങളിലൂടെ കടന്നു പോകാനുണ്ട്, നമുക്ക് നോക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.